വാർത്തകളിലേക്ക് സ്വാഗതം. സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും ആരോഗ്യരംഗത്ത് അനിവാര്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തിക്കണമെന്നും കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തുള്ള സെനറ്റ് ഹാളിൽ നടന്ന സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് മികച്ച സേവനം നൽകുന്നതിനായി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള പ്രാവീണ്യം അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകപ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് അല്ലാരഖായുടെ ജീവിതം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഓരോ ജോലിയിലുമുള്ള വൈദഗ്ധ്യത്തിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചത്. വളർച്ച ആശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുത്, അതിനപ്പുറം ചിന്തിക്കുകയും വ്യത്യസ്തമായ സമീപനങ്ങളോടെ സമൂഹത്തിനും ജനങ്ങൾക്കും മികച്ച സേവനം നൽകുകയും വേണമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗം സാമൂഹിക പ്രതിബദ്ധത ആവശ്യമുള്ള ഒരു തൊഴിൽ മേഖലയാണെന്നും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവുള്ളവരാണെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകരിൽ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിരുദദാന ചടങ്ങിൽ എടുത്ത പ്രതിജ്ഞ ജീവിതത്തിന്റെ ഭാഗമാക്കി ആത്മാർത്ഥതയോടെ ജനങ്ങളെ സേവിക്കണമെന്നും അദ്ദേഹം ബിരുദധാരികളോട് ആവശ്യപ്പെട്ടു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, രജിസ്ട്രാർ പ്രൊഫസർ എസ് ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ എസ് അനിൽകുമാർ, അക്കാദമിക് ഡീൻ ഡോക്ടർ ആർ മനോജ്, റിസർച്ച് ഡീൻ ഡോക്ടർ കെ എസ് ഷാജി, സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ ആർ ആശിഷ്, ആരോഗ്യശാസ്ത്രത്തിലെ 7 വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫാക്കൽറ്റി ഡീൻമാർ, ഗവേണിംഗ് കൗൺസിൽ, അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ, മറ്റ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ, ബിരുദധാരികൾ, രക്ഷിതാക്കൾ, വിശിഷ്ടാതിഥികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സർവകലാശാലയുടെ 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചടങ്ങിൽ വെച്ച ബിരുദം സ്വീകരിച്ചു. 2363 ബിരുദാനന്തര ബിരുദധാരികൾ, 11 PhD അവാർഡ് ജേതാക്കൾ, 5083 ബിരുദധാരികൾ എന്നിവരുൾപ്പെടെ 7457 പേരാണ് ഈ കാലയളവിൽ ബിരുദം നേടിയത്. ഇതോടെ സർവകലാശാല സ്ഥാപിതമായതിനു ശേഷം ബിരുദം നേടുന്നവരുടെ എണ്ണം 1,89,497 ഉയർന്നു. വിവിധ ബിരുദാനന്തര പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ 11 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു. കൂടാതെ 2ാം വർഷ MBBS മൈക്രോബയോളജി റെഗുലർ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്കായി 2017 മുതൽ നൽകി വരുന്ന ഡോക്ടർ CK ജയറാം പണിക്കർ എൻഡോമെന്റ് അവാർഡും ഡോക്ടർ ശോഭ സുന്ദരേശൻ അക്കാദമിക് എക്സലൻസ് ഇൻ ഓർത്തോഡോണ്ടിക്സ് എൻഡോമെന്റ് അവാർഡും ചടങ്ങിൽ വെച്ച ഗവർണർ നൽകി. That grace has to be there. That is why we all are here. Today's oath is for this purpose. Today's pledge is for this purpose. Yes, I have taken the oath, I have taken the pledge, I have taken the pratigna or sankalpa. It is in the interest of the society, it is in the interest of the people of this country, of this society. That pledge we have to have in our mind. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന കോടതി ഉത്തരവിനെതിരെ മൃഗസ്നേഹികൾ നൽകിയ അപേക്ഷ സുപ്രീം കോടതി തള്ളി. മുൻ ഉത്തരവുകൾ കർശനമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നും വ്യക്തമാക്കി. മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാം. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന കോടതി ഉത്തരവിനെതിരെ മൃഗസ്നേഹികൾ നൽകിയ അപേക്ഷ സുപ്രീം കോടതി തള്ളി. മുൻ ഉത്തരവുകൾ കർശനമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കളെ കൊല്ലാമെന്ന് വ്യക്തമാക്കി. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച അപേക്ഷയാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് തള്ളിയത്. 3 ഭാഗങ്ങളായാണ് കോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. രാജ്യത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്നും എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പൊതുയിടങ്ങളിൽ നിന്ന് നായ്ക്കളെ പൂർണ്ണമായും മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന തെരുവുനായ് ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ ഭീതിജനകമായ കണക്കുകളും വിധിയിൽ നിരത്തി. തെരുവുനായ് ശല്യം ഇത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് പൂർണ്ണ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വമാണെന്നും സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. നിലവിലുള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ അധികൃതർ കാണിച്ചത് കടുത്ത അനാസ്ഥയാണ്. ആനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ചയാണ് രാജ്യത്ത് ഇത്രയും ഭീതിയുളവാക്കുന്ന സാഹചര്യത്തിനും ഇടയാക്കിയത്. ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇനി മുതൽ ജില്ലാ തലത്തിലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ഒരു ABC സെന്ററെങ്കിലും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഒപ്പം നായ്ക്കൾക്ക് നൽകാനുള്ള ആന്റി റാബീസ് വാക്സിൻ ലഭ്യത അധികൃതർ കർശനമായി ഉറപ്പാക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു.
ഈ സുപ്രീം കോടതി ഉത്തരവുകൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന അതത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾ നേരിട്ട് വിലയിരുത്തണം. ഇതിനായി ഹൈക്കോടതികളിൽ പ്രത്യേക 2 അംഗ ബെഞ്ചുകൾ രൂപീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച 25 കിലോ കഞ്ചാവുമായി 4 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. ആലുവ തോട്ടക്കാട്ടുകരയിലാണ് വൻ കഞ്ചാവ് വേട്ട നടന്നത്. ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച 25 കിലോ കഞ്ചാവുമായി 4 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. ആലുവ തോട്ടക്കാട്ടുകരയിലാണ് വൻ കഞ്ചാവ് വേട്ട നടന്നത്. ഇന്ന് പുലർച്ചെ നടന്ന മിന്നൽ പരിശോധനയിലാണ് അങ്കമാലിയിൽ നിന്നും ആലുവ ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി യുവാക്കൾ പോലീസിന്റെ പിടിയിലായത്. ബംഗാൾ സ്വദേശികളായ സുജൻ മണ്ഡൽ, മഫ്തുൽ മണ്ഡൽ, ഇനാത്തുൽ മണ്ഡൽ, കോടനാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ആസാദ് തുടങ്ങിയവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് വാങ്ങി എറണാകുളത്തെ വിവിധ കോളേജ് പരിസരങ്ങളിലും മറ്റു ഭാഗങ്ങളിലും 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇവരുടെ രീതി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. LDF ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമാണെന്നും UDF അങ്ങനെ ആയിരുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞയിൽ LDF പങ്കെടുത്തത് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. LDF ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമാണെന്നും UDF അങ്ങനെ ആയിരുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ LDF പങ്കെടുത്തത് ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ്. എന്നാൽ LDF അധികാരത്തിലേറുന്ന സമയത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. പുതിയ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ നല്ല കാര്യങ്ങളും അംഗീകരിക്കുമെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ വിമർശനാത്മകമായി കാണേണ്ട കാര്യങ്ങളിൽ ആ രീതിയിൽ തന്നെ ഇടപെട്ട മുന്നോട്ടു പോകുമെന്നും കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി. ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. അതായിരുന്നു UDF ചെയ്യേണ്ടിയിരുന്നത്. അവർ പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന നില സ്വീകരിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തത്. ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അംഗീകരിക്കും, വിമർശനാത്മകമായി കാണേണ്ടതിനെ വിമർശനാത്മകമായിട്ട് മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യും, കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പാലക്കാട് കൃഷ്ണപുരത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ശ്രീകൃഷ്ണപുരം രാഗം കോർണറിൽ കേരള മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യമർപ്പിച്ച പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേതാക്കളായ P ഗിരീശൻ, അമൽ മാത്യു, C സുരേന്ദ്രൻ, P അനീഷ്, ബാബു ടി, ചിങ്ങഴി ഭാസ്കരൻ, വിനോജ് രാമൻ, K കോയ, പാലാങ്കുഴി മണികണ്ഠൻ, PP ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂട്ടറും ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. കുന്നംകുളം പാറമ്പാടത്തുണ്ടായ അപകടത്തിൽ എരുമപ്പെട്ടി തളി സ്വദേശി പണിക്ക് വീട്ടിൽ കുഞ്ഞുമൊയ്തനാണ് മരിച്ചത്. സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികന് ദാരുണാന്ത്യം. കുന്നംകുളം പാറമ്പാടത്തുണ്ടായ അപകടത്തിൽ എരുമപ്പെട്ടി തളി സ്വദേശി പണിക്ക വീട്ടിൽ 73-കാരനായ കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. കുന്നംകുളം കോഴിക്കോട് റോഡിൽ ഇന്നു രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും കുഞ്ഞുമൊയ്തീൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. പരിക്കേറ്റ വയോധികനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. അപകടത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗം ഭാഗികമായും സ്കൂട്ടർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി സ്വർണമുഖി
സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.